വളരെ അധികം ആരോഗ്യ ഗുണമുള്ള ക്യാരറ്റ് പല രീതിയിൽ കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ചോക്ലേറ്റുമായി ക്യാരറ്റ് ചേർത്തുണ്ടാക്കുമ്പോൾ രുചി അടിപൊളി. വെറുതെ ചോക്ലേറ്റ് കഴിക്കാതെ വെറൈറ്റിയായി നമ്മുടെ ഇഷ്ടത്തിന് നമുക്കുണ്ടാക്കി കഴിക്കാം. അത്തരം ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഡെസേർട്ട് തയ്യാറാക്കാനായി നമുക്ക് ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത് 2 കപ്പോളം ഉണ്ട്. ഇനി 2 ടീസ്പൂൺ ചൂടായ നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് ഇളക്കുക. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇപ്പോൾ കുറച്ചിത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കണ്ട. ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. 200 ml കപ്പാണിത്. നന്നായിട്ട് ഇളക്കുക. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പാലും പഞ്ചസാരയൊക്കെ ചേർത്താലും മതി. കൂടുതൽ മധുരം താല്പര്യമുള്ളവർക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പുറമെ 2 ടീസ്പൂൺ ഷുഗർ കൂടിയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് ചോക്ലേറ്റുമായി ചേർക്കുന്നതുകൊണ്ട് മധുരം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഈ മിക്സ് കുറച്ച് ടൈറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആയിരിക്കണം. ഇനി കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ഒട്ടൽ വരുന്ന സമയത്ത് ഏതെങ്കിലും നട്ട്സ് പൗഡർ ഇട്ട് കൊടുക്കണം. അതുപോലെ ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ആൽമണ്ട് ഫ്ലോർ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് പൗഡറോ അല്ലെങ്കിൽ നിലക്കടലയുടെ പൗഡറോ അതൊക്കെ ചേർക്കാം. കുറച്ച് എള്ളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള എന്തും ആഡ് ചെയ്യാം. കാരണം ഇത് ചോക്ലേറ്റ് കൊണ്ട് കോട്ട് ചെയ്യാനാണ്. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കുക. ഇത്തരം ഒരു മോൾഡിൻ്റെ അടിയിൽ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുന്നുണ്ട്. എല്ലാ കുഴികളിലും ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് മിക്സ് ഇടുക. അതുപോലെ വേറൊരു ട്രേ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്യാരറ്റ് മിക്സ് ഓരോ കുഴികളിലും 1/4 ഭാഗം കുത്തി നിറയ്ക്കുക. അതിനുശേഷം ഒരു ബാർ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് അലിയിച്ചെടുക്കുക. ചോക്ലേറ്റ് നന്നായി അലിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. അതുപോലെ അതിനകത്തേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടി ഇട്ട് നന്നായി ഇളക്കി മാറ്റി വെക്കുക. ഈ അലിഞ്ഞ ചോക്ലേറ്റ് മിക്സ് എല്ലാ കുഴികളിലേക്കും ഒഴിക്കുക. ക്യാരറ്റ് മിക്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും കോക്കനട്ട് ഇട്ടതിന് ശേഷം ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി ബാക്കിയുള്ള ക്യാരറ്റ് മിക്സ് ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് ചോക്ലേറ്റിൽ മുക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതും 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഡെസേർട്ട് ഡിമോൾഡ് ചെയ്യുക. ഇവിടെ നല്ല അടിപൊളി അട്രാക്റ്റീവായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് തയ്യാറായി. വെറുതെ ചോക്ലേറ്റ് തന്നെ കഴിക്കാതെ മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ടൊക്കെ ചേർത്ത് ടേസ്റ്റി ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ഈ സ്വീറ്റ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രിയപ്പെട്ടതാണ്. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പുറത്തുനിന്ന് ലഭിക്കുന്ന ഏത് സ്വീറ്റിനേക്കാളും ഗുണത്തിലും രുചിയിലും മുൻപിലാണ്. ക്യാരറ്റും ചോക്ലേറ്റും നട്ട്സും എല്ലാം കൂടി ചേർന്നുള്ള ടേസ്റ്റ് അടിപൊളിയാണ്. ഈ വെറൈറ്റി സ്വീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി.